इंग्लैंड का दिल फिर से टूटेगा जब वो टकराएंगे टीम इंडिया के धुरंधरों से। 1 जुलाई से देखिए सोनी स्पोर्ट्स नेटवर्क के टीवी चैनल्स पर। എന്തുവാടാ ഇങ്ങോട്ടടിക്ക്. നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. ഞാൻ മുഴുവൻ പറട്ടെ, ഇടയ്ക്ക് ശല്യം കൊള്ളാം, അടിപൊളി. എന്താ ഇത്? ഓ കഴിഞ്ഞു കഴിഞ്ഞു. ശരിയാ, കലാകാരനെ മാറ്റാൻ സമയായി. ഇല്ല, ഞാൻ രചിച്ച കവിതകൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കണ്ടു ഞാൻ. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വാ. ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ എന്റെ അല്ല, നിങ്ങളുടെ ഭാര്യയുടെ. ഓ ശരിയാ. ഹാപ്പി ബർത്ത്ഡേ. ഇദ്ദേഹത്തെ ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കണ്ട കേട്ടോ. ഇല്ല, ഞാൻ ഡ്രൈവ് ചെയ്തോളാം. ഞാൻ ഡ്രൈവ് ചെയ്യും. വേണ്ട, എന്തായാലും ഇന്ന് ഞാൻ ഓടിക്കാം. താങ്ക് യു.
സർപ്രൈസ് പാർട്ടി തന്നതിന് ഒരുപാട് നന്ദി. എന്റെ അല്ല, ഈ പൊട്ടന്റെ ഐഡിയ അല്ല. എങ്കിലും യു ആർ വെൽക്കം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കണ്ടോ കണ്ടു, വരൂ പോകാം. അങ്ങോട്ട് വണ്ടി നടക്ക്. ഞാൻ തന്നെ ഓട്ടിക്കും. കാണാതായ AO26 എന്ന ഫ്ലൈറ്റിനെ കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. കാണാതായ യാത്രക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് AO26ന്റെ ലൊക്കേഷൻ എത്രയും വേഗം കണ്ടെത്തുമെന്ന് ഏവിയേഷൻ മിനിസ്ട്രി ഉറപ്പു നൽകി. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടർ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. क्या है कमी शाखों से पूछो क्यों झड़ते नहीं लकीरों से पूछो क्यों मिटते नहीं. ഞാനിപ്പോ ഇറങ്ങും. ദാ വരുന്നു. ബൈ. मिटते नहीं मिटते नहीं. അതെ, ഇതൊന്ന് നോക്കുമ്പോ നമുക്ക് ബോസ് ആകുന്നുണ്ടോ? നിന്നെ കാത്തിരിക്കുക. വെള്ളിയാഴ്ച ശ്രീപർണയെ കാണാൻ പോകണം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. ഇനി നീ പക്ഷെ വന്നില്ലെങ്കിൽ മൈത്രി നിന്നോട് പിണങ്ങും, പറഞ്ഞേക്കാം. 40 യാത്രക്കാർ, അതിൽ 8 വിശിഷ്ട പ്രതിനിധികൾ. സമ്മർദ്ദം കൂടുതലാ. സാർ, ചിലപ്പോ ഫ്ലൈറ്റ് ക്രാഷ് ആയി കാണും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? നോക്കൂ, ബാഗ്ഡോഗ്രയിൽ നിന്ന് 125 കിലോമീറ്റർ മാറി ഒരൊഴിഞ്ഞ പ്രദേശമുണ്ട്. അതിനടുത്തുള്ള പരിസരവാസികൾ ഒരു പ്ലെയിൻ അപകടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ലൊക്കേഷൻ U26ന്റെ റൂട്ടേ അല്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും സമയത്തുമാണിപ്പോൾ പ്ലെയിൻ എത്തിയിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് മിസ്സായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? മിസ്സായ ഒരേ ഒരു ഫ്ലൈറ്റ് ഇതാണ് ശന്തനു. സാർ, പ്ലെയിൻ ഹൈജാക്ക് ചെയ്താണെങ്കിലോ? ഈ പ്ലെയിനിൽ ചില പ്രധാനപ്പെട്ട വ്യക്തികളുണ്ടായിരുന്നു. അതുമല്ല, U26 അവിടെ കണ്ടുവെങ്കിൽ എനിക്കെന്തോ പന്തികേടായി തോന്നുന്നുണ്ട്. ചന്ദ്രൻ അന്വേഷണം തുടങ്ങിക്കോളൂ. സാർ, ഞാനൊന്ന് ഹോം മിനിസ്റ്ററുമായി സംസാരിക്കട്ടെ. സർ, ചോപ്പർ ഏത് നിമിഷം ഇവിടെ എത്തിച്ചേരും. വി ആർ ട്രൈയിങ് അവർ ബെസ്റ്റ്. സർ, സർ, ഓവർ. ഹായ് ശാന്തനു. ഹായ്. ഇതിന്റെ കൊളീഗ് ഗോരാങ്കോ. ഹായ്. ഹായ്. CBI. യെസ് യെസ്, ഓഫ് കോഴ്സ്. എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ വരുന്നുണ്ടെന്ന്. ഇവിടെ എത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെന്ന് കരുതുന്നു. നോ പ്രോബ്ലം. എനി പ്രോഗ്രസ്? ക്രാഷ് ആയത് കുന്നിന് മുകളിലാണ്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ സാവധാനമാണ് നടക്കുന്നത്. ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് 7 ഡെഡ് ബോഡികളാണ്. രക്ഷപ്പെട്ട ആരെങ്കിലും? ക്രാഷിന്റെ ആഘാതം മൂലം പ്ലെയിനിന്റെ കോക്പിറ്റ് വിട്ടുമാറി കുന്നിന് മുകളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. രക്ഷപ്പെട്ട 2 പേരുണ്ട്, പക്ഷേ ഇപ്പോഴും വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. അതിലൊരാൾ പൈലറ്റാണ്. പ്ലെയിനിന്റെ ബാക്കിയുണ്ടായിരുന്ന ഭാഗങ്ങൾ കുന്നുകൾക്കിടയിലേക്കാണ് വീണത്. അത് മുഴുവനായും കത്തി നശിച്ചു.
അവിടെ നിന്നും രക്ഷപ്പെട്ടവരെ കണ്ടെത്തുക വളരെ പ്രയാസമാണ്. ഒരാൾ പൈലറ്റ് അല്ലേ? അതിൻ്റെ അർത്ഥം മറ്റേ ആൾ പൈലറ്റ് അല്ല എന്നല്ലേ? ക്രൂവിൽ ആരെങ്കിലും ആണോ? അയാളുടെ വസ്ത്രം കണ്ടിട്ട് തോന്നുന്നത് യാത്രക്കാരനായിരിക്കാം ഒരുപക്ഷെ. സാധാരണ യാത്രക്കാരൻ കോക്പിറ്റിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടാലോ? ഷുവർ, എൻ്റെ കൂടെ വരൂ, ഞാൻ കൊണ്ടുപോകും. താങ്ക് യു. സോറി, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് നിങ്ങൾ അന്വേഷിക്കുന്ന വിമാനമല്ല. മനസ്സിലായില്ല. ഐ മീൻ ദിസ് പ്ലെയിൻ ഈസ് നോട്ട് AO-26. വരൂ. എന്റെ ഭാര്യയെ പോലെ തന്നെയാണ് എന്റെ ജോലിയും. ഒരു ഉണർവുമില്ലെന്നേ. എന്തന്വേഷിച്ചാ നമ്മൾ വന്നത്? എന്നിട്ട് കിട്ടിയെന്താ? നമ്മുടെ ഒപ്പം ഒരു പെണ്ണ് കാണായിരുന്നു. കേസുകൾ ഹോളിവുഡ് പോലെ ആവണം. ഇത് AO-26 അല്ലെങ്കിൽ പിന്നെ ഈ ഫ്ലൈറ്റ് ഏതാ? ബീഹു, ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നീ എത്ര നാൾ ഇങ്ങനെ കഴിയും? ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും, പക്ഷെ ഒന്നും അവസാനിക്കില്ല. നിനക്ക് എന്താ തോന്നുന്നത്? നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമെന്നോ? നിന്റെ അച്ഛന്റെ BP കുറച്ച് ദിവസങ്ങളായിട്ട് കൂടുതൽ. ഞാൻ ഓക്കെയാണമ്മേ, പ്ലീസ്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കുറച്ച് വൈകി, അതിന്റെ ക്ഷീണമുണ്ട്, അത്രേ ഉള്ളൂ. നിന്റെ അച്ഛൻ മുഖർജി സാറുമായി സംസാരിച്ചു. ഞായറാഴ്ച അദ്ദേഹം മകനോടൊപ്പം ലഞ്ചിന് വരുന്നുണ്ട്. ഞാനിപ്പോഴേ വൈകി, ഫ്ലൈറ്റിന് സമയമായി. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് പോയിക്കൂടെ? സൺഡേ എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടമ്മേ. സമയം. എന്റെ അപ്പൂപ്പൻ എന്നോട് പറയുമായിരുന്നു, സമയം ഒരിക്കലും നിൽക്കില്ലെന്ന്. സമയം എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ എന്റെ ജീവിതം മുഴുവനും ഫിസിക്സിന് നൽകിയപ്പോ ഞാൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന്. സത്യത്തിൽ സമയം ഒരിക്കലും നീങ്ങില്ല, അതെപ്പോഴും അവിടെ തന്നെ കാണും. സമയം സ്ഥിരമാണ്, സമയം ഇപ്പോഴാണ്. സാർ, സാറിനെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു. വരൂ ദാസ്, ഇവരെ പരിചയപ്പെടൂ. ഇത് മിസ്റ്റർ ശാന്തനു, CBI ഓഫീസർ. ഐ എം സോറി. ഇത് ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ഗൊരാങ്കോ. ഓ ഹായ്, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇവർക്ക് താങ്കളോട് എന്തൊക്കെയോ ചോദിക്കാൻ. തീർച്ചയായും ചോദിക്കാം. ഞങ്ങൾ സാറിന്റെ വീട്ടിൽ പോയിരുന്നു, അപ്പോഴേ അറിഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്. ഞാൻ വല്ലപ്പോഴും ഒക്കെ ക്ലാസ് എടുക്കാൻ ഇവിടെ വരാറുണ്ട്. നിങ്ങൾ എന്റെ വീട്ടിൽ പോയി? CBI? ഞാൻ സംശയത്തിലാണ്. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപകാരം? ഒരു വിമാനം തകർന്നു, അതേപ്പറ്റി ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. നിങ്ങൾക്ക് ആള് മാറിയെന്നാണ് തോന്നുന്നത്. ഞാൻ ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്, അതും വളരെ വർഷങ്ങൾക്ക് മുമ്പ്. സത്യത്തിൽ എനിക്ക് പറക്കാൻ പേടിയാണ്. ഞങ്ങൾ കണ്ടെത്തിയ ഫ്ലൈറ്റ് 35 വർഷം മുമ്പ് കൊൽക്കത്തയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. പിന്നീട് വിവരമൊന്നുമില്ല. 35 വർഷം മുമ്പ് കാണാതായ ഫ്ലൈറ്റ് ഇപ്പൊ കണ്ടെത്തിയോ?
ഈ ഇന്ത്യയിലെല്ലാം കുറച്ച് വൈകിയാണ് നടക്കുന്നത്. ഈ ഫ്ലൈറ്റ് കഴിഞ്ഞ ആഴ്ചയാണ് ക്രാഷ് ആയത്. ഇപ്പൊ ചോദ്യം എന്താണെന്ന് വെച്ചാൽ 35 വർഷം ഈ പ്ലെയിൻ എവിടെ ആയിരുന്നു? എനിക്ക് തോന്നുന്നു നിങ്ങൾ വന്ന സ്ഥലം തെറ്റിപ്പോയെന്ന്. എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? എൻ്റെ കയ്യിൽ 35 വർഷം മുമ്പുള്ള റെക്കോർഡ്സ് ഉണ്ട്. ആ റെക്കോർഡ്സ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങളും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ല. അതെന്താ? ഞാനിപ്പോ അല്ലേ താങ്കളോട് പറഞ്ഞത് എനിക്ക് പറക്കാൻ പേടിയാണെന്ന്? നോക്കൂ, എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് അന്വേഷണം നടത്താനുണ്ടെന്ന്, പക്ഷെ എനിക്ക് നിങ്ങളെ സഹായിക്കാനാകില്ല. അതുകൊണ്ട് ഞാൻ പൊയ്ക്കോട്ടെ. സ്റ്റുഡൻസ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. താങ്ക് യു. പ്രൊഫസർ, നിങ്ങൾ എന്തിനാ അന്ന് ടിക്കറ്റ് എടുത്തതെന്നൊന്ന് പറയാവോ? 35 വർഷമായില്ലേ, ഓർമ്മ കിട്ടുന്നില്ല. പിന്നൊരു കാര്യം, തൽക്കാലം ഈ മീറ്റിങ്ങിനെ പറ്റി വേറെ ആരും അറിയണ്ട. അറിഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. നാഷണൽ സെക്യൂരിറ്റി മറ്റും അറിയില്ല. താങ്ക് യു. ഗുഡ് ഡേ സർ. ഒരു ബോഡി പോലും നന്നായി റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. എല്ലാം കത്തി എരിഞ്ഞിരിക്കുന്നു. രക്ഷപ്പെട്ട ആൾക്കാരുടെ കണ്ടീഷൻ എന്താ? രണ്ടുപേരും സ്റ്റേബിളാണ്, എന്നാൽ ബോധം വന്നിട്ടില്ല. എനിക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പോൾ കഴിയില്ല. എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി ഡോക്ടർ, വേറൊന്നിനും വേണ്ടിയല്ല. ആഘാതം മൂലം ഇയാൾ വളരെ ഷോക്കിലാണ്. അതുകൊണ്ട് ബോധം തിരിച്ചു കിട്ടാൻ സമയമെടുക്കും. മുറിവുകൾ കൂടുതലും ആന്തരികമാണ്, പക്ഷെ പേടിക്കാനൊന്നുമില്ല. പ്ലീസ് അയാളെ തുടരുത്. താങ്കൾ എന്താണ് ഈ ചെയ്യുന്നത്? എനിക്കിത് അനുവദിക്കാൻ കഴിയില്ല. പ്ലീസ് പുറത്തു പോകും. രക്ഷപ്പെട്ട രണ്ടാമത്തെ ആളെ കൂടി എനിക്കൊന്ന് കാണണം. ബോധം വീണയുടനെ ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചറിയിക്കാം. പോരെ? ഇപ്പോൾ ഞാൻ പോയിക്കോട്ടെ? ഓക്കെ. ABA ആണ് കാണാതായ AO-26 ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്തത്. പകരം അവരുടെ നേതാവ് പാർത്ഥ മൊജുംദാറിനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഒന്നും ചെയ്യാൻ കഴിയില്ല, കാര്യങ്ങൾ വഷളായിരിക്കുക. ഇത് കണ്ടോ, ഈ സൈൻ ABAയുടെ ടാറ്റു ആണ്. ആസാദ് ബംഗ്ലാ അസോസിയേഷൻ ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം ബംഗാളിനെ ഇന്ത്യയിൽ നിന്നും മുറിച്ചു മാറ്റുക എന്നതാണ്. AO-26 ഫ്ലൈറ്റിനെ ABA ഹൈജാക്ക് ചെയ്തു എന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. അതിനു പകരം സംഘടനാ തലവൻ പാർത്ഥോ മജുംദാറിനെ വിട്ടുകിട്ടണമെന്നാണ് ABA ആവശ്യപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി രാജേഷുമായി ബന്ധപ്പെടാം. കണ്ടോ, ഇത് ഒന്നല്ല 2 പ്ലെയിനിന്റെ കാര്യമാണ്. ABA ഹൈജാക്ക് ചെയ്തതാണോ അതോ മറ്റേതെങ്കിലും ആണോ കുന്നിൻ മുകളിൽ തകർന്നു വീണത്? ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കാം.
ആ ഗോരാങ്കോ, ആ ഞാൻ വരുന്നു, ഇതാ വരുന്നു. ശാന്തനു, എന്റെ അയൽക്കാരനൊന്ന് പരിചയപ്പെട്ടോ, മിസ്റ്റർ ചാറ്റർജി. ഹലോ. ഇത് ശാന്തനു. ഹലോ. ഇത് ശ്രീപർണ. ശ്രീപർണ, പാർട്ടി തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആക്ച്വലി ഞാനിവിടെ എന്റെ പഴയ സുഹൃത്തിന്റെ കൂടെ ഡിന്നറിന് വന്നതാ. അപ്പൊ മിസ്റ്റർ ഗോരാങ്കോയെ കണ്ടു, കുറച്ചു നേരം സംസാരിക്കാമെന്ന് കരുതി. ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു സർ. നൈസ്, താങ്ക് യു. അപ്പോ ശാന്തനു, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അന്വേഷണം അല്ലാതെ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഐ മീൻ ഹോബീസ്? ഹോബീസ് എന്നല്ല സാർ, എന്താ? സ്കിൽസ്. അതെ, സ്വന്തമായിട്ട് തുണി അലക്കും എന്നെ പോലെ, സ്വന്തമായിട്ട് പാചകം ചെയ്യും എന്നെ പോലെ. ചുരുക്കി പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഭയങ്കര സന്തോഷവതിയായിരിക്കും, തികച്ചും നിങ്ങളുടെ ഭാര്യയെ പോലെ. കഴിക്ക്. നിങ്ങൾ താടി വളർത്തുകയാണോ? ഇല്ല, വെറുതെ ഒരു ലുക്ക് ട്രൈ ചെയ്യുന്നു. ഞാൻ ബോംബെയിലേക്ക് പോകുന്നു. അവിടെ നീ എന്ത് ചെയ്യാൻ പോവാ? അവിടെ ഒരു പരസ്യ കമ്പനിയിൽ ജോലിക്ക് അപേക്ഷിച്ചിരുന്നു. അവർ നല്ലൊരു ഓഫർ തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കാമെന്ന് കരുതി. ഇതിൽ ചോദിക്കാൻ എന്താ ഉള്ളത്? നമ്മൾ തമ്മിൽ നല്ലോണം സംസാരിച്ചിട്ട് തന്നെ മാസങ്ങളാവുന്നു. യു നോ വാട്ട്, ഇറ്റ്സ് ഗുഡ്. യു ഷുഡ് ഗോ. യു എൻജോയ് വാട്ട് ടു ഡു. പക്ഷേ നിങ്ങൾ ആസ്വദിക്കുന്ന അത്രത്തോളം സന്തോഷം എനിക്കുണ്ടാവില്ല. പുതിയ ഓരോന്ന് അന്വേഷിക്കുക എന്നത് നിങ്ങളുടെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ല, ശീലങ്ങളാ. എന്താണ് അന്വേഷിക്കുന്നത് ശാന്തനു? അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വാ പോവാം. എങ്ങനെയുണ്ട് ബിഹു? ബെറ്റർ. ബിഹു, നിങ്ങൾക്ക് എൻ്റെ പേരെങ്ങനെ അറിയാം? നിന്റെ ബാഡ്ജിൽ നിന്ന്. JL50 നിങ്ങളല്ലേ പറത്തിയിരുന്നത്? അതെ. ഈ പ്ലെയിൻ എങ്ങനെയാ ക്രാഷ് ആയത്? എന്നത്തെയും പോലെ അന്ന് ഞങ്ങൾ 3 മണിക്ക് ടേക്ക് ഓഫ് ചെയ്തു. ആദ്യത്തെ 10 മിനിറ്റ് വരെ എല്ലാം നോർമലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരാൾ കോക്പിറ്റിലേക്ക് കയറി വന്നു. അയാൾ അഭിജിത്തിനെ തുടർച്ചയായി കുത്തി പരിക്കേൽപ്പിച്ചു. അഭിജിത്ത് എന്റെ കോ പൈലറ്റ്. പെട്ടെന്ന് മറ്റൊരാൾ അവിടേക്ക് വന്നു. ആദ്യത്തെ ആൾ അഭിജിത്തിനെ പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന്. അയാൾ എന്നോട് പ്ലെയിനിന്റെ ദിശ മാറ്റാൻ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് കാലാവസ്ഥ വളരെ മോശമായി. കോളിളക്കം കാരണം
പ്ലെയിനിന്റെ നിയന്ത്രണം കൈവിട്ടു. ആൻഡ് ഐ തിങ്ക് വി ക്രാഷ്ഡ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് 4 ചോദ്യങ്ങളാണ്. ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത സ്ഥലം, നിങ്ങളത് എവിടേക്കാണ് കൊണ്ടുപോയത്, നിങ്ങളുടെ യഥാർത്ഥ പേര്, പിന്നെ ABAയുമായി നിങ്ങൾക്കുള്ള ബന്ധം. ആർ യു മാഡ്? എന്റെ പേര് ബിഹു ഘോഷ് എന്നാ. ഞാൻ JL-50യുടെ പൈലറ്റാണ്. കൽക്കട്ടയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ്. ഈ പ്ലെയിൻ ഇതിനു മുമ്പ് 35 വർഷം മുമ്പ് കൽക്കട്ടയിൽ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്തത്. ഇന്നത്തെ തീയതി എത്രയാ? I said what is the date today? ഓഗസ്റ്റ് 3, 2019. എന്തിനാ നിങ്ങൾ കള്ളം പറയുന്നേ? I know this is 1984. ഏയ്, എന്താ ഇവിടെ നടക്കുന്നത്? എന്താ ഇത് സാന്തനു? ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഇവളിപ്പോഴും ഷോക്കിലാണെന്ന്. നിങ്ങൾ പുറത്തു പോകൂ പ്ലീസ്. എനിക്കെപ്പോ വീട്ടിൽ പോകാൻ പറ്റും? എന്റെ ചോദ്യങ്ങൾക്ക് എപ്പോ ഉത്തരം തരുന്നു അപ്പോ. जंगल की रातों में चलने वाले और मुसाफिर सुन, चर्रख्तों करते किवाड़ों को हौले से उड़काना तुम। जंगल के सूखे पत्तों की चरपर पे छुप करके जाना तुम। उंगली को होठों पे रख के झिंगुर को समझाना तुम, क्योंकि आगे चिलमन सोई हुई है, क्योंकि आगे चिलमन सोई हुई है, आगे चिलमन सोई हुई है। तुम भी जुगनू को कहना वो हौले से चमके, चिलमन है छुई सी। आँखों को मलती वो जग जाएगी सहमी हुई सी, दिए किलों से सुलग जाएगी चिलमन है रूई सी। पत्तों की चर पर पैरों पड़ेगी लगती सुई सी। और ओ बंदे क्या करने चला है, कुदरत को बाहों में भरने चला है, कुदरत तो बाहों में रो रो पड़ेगी। अनजानी राहों में खो पड़ेगी। चिलमन ने खुद ये कभी ना चाहा था, सुन ले मुसाफिर सुन, उसकी नींदें लंबी हो इतनी कि पलकों को लग जाए गुम, लेकिन अब उसको लगती भली है आंखों की अलसाई धुन। ये करके चुपके से जाना मुसाफिर एक कदम को चुन, क्योंकि आगे चिलमन सोई हुई है, आगे चिलमन सोई